ഹലോ ഗൈസ്, വെൽക്കം ടു കാസ്റ്റണ്ടർ മൂവി മീഡിയ. ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്ന പടത്തിൻ്റെ പേര് ജോൺ വിക്ക് 4. പടത്തിൽ അഭിനയിച്ചിരുന്ന കീൻ റീവ്സ്, ഇയാൻ മക്ഷെയിൻ, ഷമീർ ആൻഡേഴ്സൺ, ബിൽ സ്കേഴ്സ്ഗാർഡ്, ഡാനിയൻ, ലോറൻസ് ഫിഷ്ബേൺ, റിനാഷ് എന്നിവരാണ്. പടത്തിൻ്റെ മ്യൂസിക് എഴുതിയിരിക്കുന്നത് ടൈലർ ബീറ്റ്സും ജോയൽ റിച്ചാർഡുമാണ്. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ചാഡ് എന്ന് പറഞ്ഞ ഒരാളാണ്. ഒരു ഇൻ്റർവ്യൂസ് ചാഡ് സ്റ്റഹെൽസ്കി അങ്ങനെ പറഞ്ഞ ഒരാളാണ്. അങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. അങ്ങേരും കെൻ റീവ്സും കൂടിയാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ എന്തോ ഒരു ഡാരൻ ഫിഞ്ച് അങ്ങനെ പറഞ്ഞ ഒരാളാണ് ഈ സിനിമയുടെ റൈറ്റ് ചെയ്തിരിക്കുന്നത്. പടത്തിൻ്റെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് നാറ്റൻ ഗോർലോഫാണ്. പടത്തിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന ഡാൻ ലാസ്റ്റ്സൺ ഓക്കെ എന്ന ആളാണ്. പിന്നെ ഒരുപാട് മിസ്റ്റേക്സ് വരുന്നെന്ന് വരും. അത് ഒന്ന് കറക്റ്റ് ചെയ്ത് പറഞ്ഞാൽ പ്ലീസ് അണ്ടർസ്റ്റാൻഡ്. കമൻറ്റിൽ പറഞ്ഞാൽ മതി. പടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാനിപ്പോൾ അടിപൊളി പടം. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ഫ്രാഞ്ചൈസിയാണ്. ഓവറോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വയലൻ്റ് ഫിലിം ഫ്രാഞ്ചൈസി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഫസ്റ്റ് എന്ന് പറയുന്നത് ഐ വിൽ ആൻസർ ഇറ്റ് ഫസ്റ്റ്. ഒട്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫിലിം ക്യാരക്ടർ എന്ന് പറയുന്നത് ജോൺ വിക്കാണ്. അന്നും ഇന്നും എന്നും. ഇതിന് മുമ്പ് ഞാൻ എൻ്റെ 3 പാട്ട് മാത്രമേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് 4ാമത്തെ പാട്ട് കാണാൻ സമയം കിട്ടിയത്. അതുകൊണ്ട് ഇപ്പോൾ കണ്ടു. പിന്നെ ഇതിന് മുമ്പ് ഞാൻ ഒരു ഇംഗ്ലീഷ് പടം കണ്ടെന്ന് എനിക്ക് തോന്നിയത് ഫാസ്റ്റ് എക്സ് ആണ്. അത് ഏത് വർഷം ഇറങ്ങിയത് ഞാൻ വളരെ മറന്നുപോയി. 2024 തോന്നുന്ന സിനിമ ഇറങ്ങിയത് എന്നാണ് എൻ്റെ ഒരു ഇത്. 2024 സിനിമ കണ്ടത്. യൂട്യൂബ് ചാനലിൽ തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് സമയത്താണ് കണ്ടത്. പക്ഷെ എനിക്ക് ആ സിനിമ ഏറ്റവും ബോറായിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ ഇംഗ്ലീഷ് സിനിമ എന്ന് പറഞ്ഞ് കണ്ടിട്ടുള്ളത് ഫൈനൽ ഡെസ്റ്റിനേഷൻ ഫസ്റ്റ് പാർട്ട്, മെട്രിക്സ്, പിന്നെ മാർവെല്ല മേഡം വെബ് വരെയുള്ള സിനിമകൾ ഫുള്ളും കണ്ടിട്ടുണ്ട്. പിന്നെ DC-യിൽ ബാറ്റ്മാൻ്റെ പടങ്ങളൊക്കെ അത്യാവശ്യം ഇഷ്ടമാണ്. ഫ്ലാഷ് പടങ്ങളും സൂപ്പർമാൻ പിന്നെ വണ്ടർ വുമൻ അതൊക്കെ പടങ്ങളൊക്കെ അത്യാവശ്യം കാണാറുണ്ട്. പിന്നെ പിന്നെ DC ഫിലിംസ് കൂടുതലായിട്ട് കാണാറുള്ളതാണ് എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഫാറി എന്ന് പറയുന്ന സിനിമ അത് അത്യാവശ്യം എനിക്കിഷ്ടമാണ്. പിന്നെ ഫ്രാഞ്ചൈസിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് ആദ്യത്തെ 2 പാട്ട് മാത്രമേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാ പാർട്ടും പോക്കാണ് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഈ പടത്തിലോട്ട് കിടക്കുകയാണെങ്കിൽ ജോൺ വിക്ക് 4 കിടക്കുകയാണെങ്കിൽ ഞാൻ ഒരുപാട് നാളായിട്ട് ഈ പടം കാണണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് കാണാൻ ചാൻസ് കിട്ടിയത്. കാരണം ഇതിൻ്റെ 5th പാർട്ട് ഫിഫ്ത്ത് പാർട്ട് എന്ന് പറയുമ്പോൾ ഇതൊരു യൂണിവേഴ്സിലോട്ടായി പോകാൻ പോവുകയാണ്. ജോൺ വിക്ക് ഫ്രാഞ്ചൈസി എന്നുള്ളത് ഇനിയൊട്ട് യൂണിവേഴ്സ് ആകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷ എനിക്ക് അത്യാവശ്യമുണ്ട്. പിന്നെ എന്താണ് ഫ്രം ദ വേൾഡ് ഓഫ് ബെല്ലറീന അങ്ങനെ എന്തുവാണ് 5ാമത്തെ പാട്ടിൻ്റെ പേര്. അപ്പോൾ അതിൽ എനിക്ക് കട്ട വെയിറ്റിംഗ്. അതിൽ കെൻ റീവ്സ് ഉണ്ട്. അത് ട്രെയിലറിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ വെയിറ്റിംഗ്. എന്തായാലും കേരളത്തിൽ ജൂൺ 13 ഇറങ്ങുന്നത്. ചിലപ്പോൾ ഫാൻഷിക്ക് എന്തായാലും ഫസ്റ്റ് ഡേ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും പറ്റുന്ന ദിവസം ഞാൻ എന്തായാലും കണ്ടിരിക്കും. അതെന്ത് തീർച്ചയാണ്. പിന്നെ അനഡ എംപ്രസ്സാണ് സിനിമയിൽ ഇത് മെയിൻ. അതുകൊണ്ടെന്നാ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അവരുടെ അതിന് മുമ്പ് ഒരുപാട് കണ്ടിട്ടുണ്ടോയെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട്
നോക്കിയിട്ട് പറയാനേ പറ്റുള്ളൂ. പിന്നെ ഈ സിനിമയല്ല ഹൈലൈറ്റ് പോസിറ്റീവ് ഈസ് ഞാൻ അത് അന്ന് ഇന്നും മീൻസ് എനിക്ക് ജോൺ വിക്ക് ഫ്രാഞ്ചൈസി ഇനി യൂണിവേഴ്സ് ആവാൻ പോവുകയാണ് ജൂൺ 13 തൊട്ട്. അപ്പോൾ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സ്റ്റണ്ട് ആൻഡ് കാർ ചേസസാണ്. മീൻസ് അത് അത്ര സ്റ്റണ്ട് എന്ന് പറയുമ്പോൾ കട്ട വയലൻ്റ് ആയിട്ടായിരിക്കും അവർ ക്യാപ്ചർ ചെയ്യുക സ്റ്റണ്ട്. പിന്നെ കാർ ചേസസ് അതൊക്കെ അത്യാവശ്യം മീൻസ് നമ്മളിപ്പോൾ ഒരു ഹോളിവുഡ് സിനിമ കാണുന്നത് എങ്ങനെയാണ് ഒരു ഹോളിവുഡ് വയലൻറ്റ് ഫിലിം കാണുന്നൊരു ഇതിലിരുന്ന് അത് നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു ജോൺ വിക്ക് ഫിലിം സീരീസ് ഒരു ആക്ഷൻ മൂവി ലവറിന് പറ്റിയൊരു പടമാണ്. ഞാൻ പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം ഞാനും ഒരു ആക്ഷൻ ലവറാണ്, അപ്പോൾ അതുകൊണ്ടുകൂടി പറഞ്ഞതാണ്. പിന്നെ അതിൻ്റെ ദിവസം വരെ എനിക്കൊരു ലാഗും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് പിന്നെ മ്യൂസിക് ആൻഡ് ബീജിയം അത്യാവശ്യം നൈസായിരുന്നു. വിഷ്വൽസും നൈസായിരുന്നു. എഡിറ്റിംഗ് സൂപ്പർബ്. പിന്നെ ചാഡ് സ്റ്റെഹൽസ്കി അങ്ങനെ സൂപ്പർ ഡയറക്ഷൻ. എൻ്റെ ഏതോ ഒരു ഫിഞ്ചാണ്, എനിക്ക് ഡാരൻ ഫിഞ്ച് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. എനിക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എല്ലാവരുടെ പേര് എനിക്ക് കറക്റ്റ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ശരിക്കുള്ള അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് കമൻറ്റിൽ പറയട്ടെ. സ്റ്റോറി സൂപ്പർബായിട്ടുണ്ട്. അവസാനം മറ്റേ ഇവനും ചാവും, നമ്മുടെ എന്താണ് ഡാനിയനും ചാവും, ഇങ്ങനെയും ചാവും, കീൻ റീവ്സും ചാവും. അതിൻ്റെ ഇല്ലെന്നാൽ മറ്റേ കീൻ റീവ്സ് മറ്റേ ബില്ലിനെ വെടി വെച്ച് കൊല്ലും. എന്നിട്ട് ഇങ്ങനെയുള്ള ഭാര്യനെ ഓർത്തിട്ട് മീൻസ് ഫസ്റ്റ് പാർട്ടിലുള്ള സീനാണ്. ഫസ്റ്റ് പാർട്ടിൽ മറ്റേ ഇങ്ങനെ ആ ഭാര്യയായിട്ട് എത്രത്തോളം സ്നേഹം ഉണ്ടായിരുന്നു എന്ന് കാണിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ അതുമാതിരി ഇവിടെ ആ സീൻ അങ്ങനെ ഓർക്കുന്നു. എന്നിട്ട് അങ്ങനെ മരിക്കുന്നു. എന്നിട്ട് ഭാര്യയുടെ സംസ്കാരത്തിൻ്റെ അവിടെ നിന്ന് ശവപ്പെട്ടിയുടെ അപ്പത്തന്ന് തൊട്ടടുത്ത് ഇവിടെയാണ് ഭാര്യയുടെയെങ്കിൽ ഇവിടെ ജോൺ വിക്കിൻ്റെ കൊടുത്തിട്ട് പടം അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഷാമി ആൻഡേഴ്സൺ അങ്ങനെ ഒരു ക്യാരക്ടറിൻ്റെ പേര് മിസ്റ്റർ നോബഡി എന്നാണ്. അത് അങ്ങനെ അധികം മാക്സിമം നല്ലിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേമാതിരി ഒരു ക്യാരക്ടർ ബസൂക്കയിലല്ലേ, മമ്മൂക്കയുടെ പേര് മിസ്റ്റർ നോബഡി എന്നല്ലേ, അത് ഇവിടെ നിന്ന് ഇൻസ്പയർ ആയിരിക്കുന്നത്. എന്തായാലും ബസൂക്ക ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും അത് ഓൾറെഡി വന്ന് ആരെയും പറയടേ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ പടം ഫ്ലോപ്പാണത് പറയായിരിക്കും. എന്തായാലും ഞാൻ വെയിറ്റ് ചെയ്തൊരു പടം എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ ഞാൻ കണ്ടു നോക്കും. എന്തായാലും അതെന്തിലോട്ടോ. പിന്നെ ഈ സിനിമ 2 മണിക്കൂർ 49 മിനിറ്റ് എന്തോ ഉണ്ട് സിനിമ. അത്ര നേരം കണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ കാണും. പിന്നെ ഒരു ആക്ഷൻ മൂവി ലവർ എന്ന നിലയിൽ ആക്ഷൻ മൂവി ലവർ ആണെങ്കിൽ ഇത് 1000 രൂപയായിട്ട് ആമസോണിലെ സിനിമ കണ്ടത് അത്യാവശ്യം എനിക്ക് മീൻസ് ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് 100% സാറ്റിസ്ഫൈഡാണ് ഈ സിനിമയുണ്ട്. എന്തായാലും ബലറീനെ ഇറങ്ങട്ട, തൂക്കിയിരിക്കും, തൂഫാനടിക്കും. കീൻ റീവ്സ് ഉണ്ട് ക്യാമിയോ. നമ്മളെ കാണിക്കണ രക്ഷിച്ചേക്കണേ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങളിപ്പോൾ എല്ലാവരും ഈ പടം നേരത്തെ കണ്ടിട്ടുണ്ടാവുകയും എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. മസ്റ്റ് വാച്ച് മൂവി. ഒരു കാര്യം കൂടി, ഇറ്റ്സ് ഫയറിങ്. തീപ്പൊരി ഐറ്റമാണ് മോനെ. കാണാതിരുന്നു ബിഗ് ഫ്രാഞ്ചൈസി കാണാതിരുന്നു നിങ്ങളുടെ ഒരു പാഠം പോലും മിസ് ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ.
അപ്പോൾ കണ്ടവരാണെങ്കിൽ ഈ ഫ്രാഞ്ചൈസിയെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും, അത് അമർത്തി സഹായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അവ ടാറ്റ ബൈ ബൈ ഡെൽറ്റ വസ്കസ്.